ഇപ്പം കുറച്ച് ദിവസമായിട്ട് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ. എപ്പോഴും എടുത്ത് വെച്ച വീഡിയോസും കാര്യങ്ങളും ഫോണിൽ കിടപ്പുണ്ടെങ്കിൽ പോലും അതൊന്ന് എഡിറ്റ് ചെയ്ത് കിട്ടാൻ ഒരു മൂഡില്ലാണ്ട് നമുക്ക് ഒരു പരിപാടി നടക്കില്ല. ഞാനിങ്ങനെ ഓരോ ദിവസം കൂടുമ്പോൾ അങ്ങനെ ഓരോ വീഡിയോ എടുക്കണം എന്നുള്ള, ഡെയിലി ഓരോ ഷോർട്സെങ്കിലും അപ്ലോഡ് ചെയ്യണം എന്നുള്ള ഒരു ഇതിൻ്റെ മനസ്സിലുണ്ട്. ബട്ട് നമ്മുടെ സാഹചര്യങ്ങൾ മൂലം നമുക്കതൊന്നും നടക്കാറില്ല. പിന്നെ ഞാൻ വിചാരിച്ച പോലെ ഇന്ന് വിചാരിച്ചാൽ നാളെ അത് നടക്കണമെന്നില്ല, നാളെ എൻ്റെ സ്വഭാവം മാറും. പിന്നെ ഇപ്പോൾ കുറച്ചൊക്കെ ആയിട്ട് എനിക്ക് കളക്ടറിനെക്കാട്ടും ഭയങ്കര തിരക്കാണെന്ന് എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. കാരണം എനിക്ക് ഇന്നെ തന്നെ നോക്കാനും ശ്രദ്ധിക്കാനും ഒരു സമയം കിട്ടണില്ല. സോ അപ്പം നമ്മൾ കുറച്ച് ദിവസങ്ങൾ ഇതേപോലെ കടന്നു പോയി. അപ്പം ഞാൻ ഇന്ന് വെറുതെ ഒന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പം എപ്പോഴും എടുത്ത വീഡിയോ കണ്ടപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും ഇതൊന്ന് എഡിറ്റ് ചെയ്ത് അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ എഡിറ്റ് ചെയ്യുന്നത്. അപ്പം ഇന്ന് വളരെയധികം തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു. അപ്പം രാവിലെ തന്നെ ഞാനും റെമി ഇറങ്ങി ആദ്യം ഷെസമോളെ കൊണ്ടുപോയി സ്കൂളിലാക്കി. സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ പരിപാടികളൊക്കെ തീർത്താൽ അത്രയും സമാധാനം. പിന്നെ ഓളെ ഇറ്റ് നടക്കേണ്ടി വരും. നല്ല വെയിലാണ് പുറത്ത്, നമുക്കത് താങ്ങാനുള്ള ശേഷിയില്ല. അപ്പം ഷെസനെ സ്കൂളിലാക്കിയതിന് ശേഷം നമ്മൾ നേരെ ഫോട്ടോ എടുക്കാൻ ഒരു സ്റ്റുഡിയോയിലോട്ട് പോയി. അവിടെ നിന്ന് എനിക്കെല്ലാം ഓക്ക് ഫോട്ടോ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതും എടുത്ത് നേരെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയി. അതായത് ഓളെ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ നിന്ന് പിന്നെ ഫയൽ എടുക്കാൻ പറഞ്ഞു പോയി. അങ്ങനെ ഞാൻ വീണ്ടും പോയി ഫയൽ എടുത്തു. പിന്നെ ഓളെ ക്ലാസ് ഇത്തിരി നേരം വൈകിട്ടുണ്ടായിരുന്നു, ഓള് വരാൻ ക്ലാസ് അല്ല. പിന്നെ ഞാൻ അവിടെ പുറത്ത് കുത്തിരുന്നിട്ടോ. ഇപ്പം തീരുന്ന് വിചാരിച്ചങ്ങനെ ഇരുന്ന് മണിക്കൂറുകളോളം ഞാൻ അവിടെ ഇരുന്നിട്ടോ. പിന്നെ ഷിസമോളെ വിടണ സമയമായപ്പോൾ ഞാൻ പിന്നെ നേരെ ഓളെ കൂട്ടി വന്നിട്ട് വീണ്ടും ഇരിക്കാമെന്ന് വിചാരിച്ച്. അപ്പോഴാണ് ഉമ്മ പറഞ്ഞത് കൊറിയർ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഉമ്മ അവിടെ ഷോപ്പിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്ത് നേരെ ഞാൻ ഷിസമോളെയും കൂട്ടിയും കണ്ടിട്ട് റെമിൻ്റെ അവിടെ വീണ്ടും വന്ന്. പിന്നെ റെമി വരുന്ന വരെ കുറച്ച് നേരം ഞാൻ ഷിസമോളും അങ്ങനെ തന്നെ ഇരുന്ന് കുറച്ച് നേരം എന്തൊക്കെയോ കളിച്ച് കൂട്ടി. അങ്ങനെ പിന്നെ നേരെ നമ്മൾ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി നല്ല ചോറ് കഴിച്ചു. അപ്പം ഈ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ.